ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്തെടുക്കുന്ന നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചെറിയ കടലയുണ്ടല്ലോ, ആ കടല വെച്ചിട്ടാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു മൈസൂർ പാക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു മൈസൂർ പാക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ കടല തന്നെയാണ്. അപ്പം അതിൽ കുറച്ച് കല്ലും പിന്നെ അതുകൂടാതെ ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത കുറച്ച് കടലയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകാതെ ഈ ഒരു കടല നമ്മൾ ഉപയോഗിക്കരുത്, കാരണം നല്ലപോലെ അതിൻ്റെ ഒരു അഴുക്കുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് 2-3 വെള്ളം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ഊറ്റാനായിട്ട് വെക്കുക. അത് വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഇതൊന്ന് ആ ഒരു വെള്ളം എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലെ ഏറ്റവും പഴയ ഒരു പാത്രം ഉണ്ടാവുമല്ലോ, ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ല പാത്രമൊന്നും എടുക്കേണ്ട. ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്, അതായത് ഈ ഒരു കടലമാവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വീട്ടിലുള്ള ഏറ്റവും പഴയ പാത്രം എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കിത് മാറ്റി കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ കടല മിക്സിയിൽ ചെയ്താൽ പൊടിഞ്ഞ് കിട്ടുമോ എന്നൊന്നും വിചാരിക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ ഒന്നും കൂടെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ചെറിയ തരിതരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. നമ്മൾ പുറത്തുനിന്ന് കടലമാവ് വാങ്ങുന്ന ആ ഒരു അതേ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന കടലമാവിനേക്കാളും ഇതിൽ ചെറുതായിട്ട് കറുത്ത പുള്ളികളുണ്ടാവും, ചെറിയ ചെറിയ ആ ഒരു കടലയിൽ തോടുണ്ടല്ലോ, അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അരിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മൾ പൊടിച്ച് ഇതിൽ ചേർക്കണം എന്നില്ല, അത് എടുക്കണ്ട. കാരണം അതിന് പൊടിച്ച് ചേർക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു കടലമാവിൻ്റെ കളർ തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് കടലമാവ് എടുത്ത് നമുക്ക് റെസിപ്പി ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇനി ഒന്നും കൂടി ഈ ഒരു കടലമാവിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ കടല റോസ്റ്റ് ചെയ്തതാണ് എങ്കിലും ആ ഒരു മാവും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു പച്ചമണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് ഈ ഒരു കൂട്ടിന് വേണ്ടുന്ന ഷുഗർ സിറപ്പ് നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൂടെ അതേ അളവിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര കപ്പിനാണോ മാവെടുത്ത് അതേ കപ്പിന് തന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിന് നേർ പകുതി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം മാവിൻ്റെ അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്താൽ മതി. പഞ്ചസാരയുടെ നേർ പകുതി അളവിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മാവ് നമുക്ക് നെയ്യുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 1/4 കപ്പ് കടലമാവിലോട്ട് നമുക്കൊരു 1/4 കപ്പ് ചെറു ചൂടുള്ള നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/4 കപ്പ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട, നേർ പകുതിയോളം ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചെറു ചൂടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയില്ലാതെ മിക്സായി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്, വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം, കൈ എടുക്കാതെ. അപ്പോൾ ഒരു കൈ വെച്ചിട്ട് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുക, മറു കൈ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ബാക്കി വന്ന നെയ്യ് ഒരു 3-4 പ്രാവശ്യമായിട്ട് അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നെയ്യ് ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നെയ്യ് വേണം ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറുക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് മാത്രം മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും മതി, ഇനി കൂടുതൽ കുറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറുക്കുന്നതിന് മുന്നേ തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രത്തിൽ ഞാനിവിടെ കുറച്ച് നെയ്യും ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റ് ഒരു 20 മിനിറ്റ് നമ്മൾ പുറത്ത് വെച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് സെറ്റ് ആവുന്നൊരു റെസിപ്പിയാണിത്.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറുക്കിയെടുക്കുന്ന പാത്രത്തിൽ ഒരുപാട് സമയം വെച്ചിരിക്കരുത്. അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഇരുന്ന് സെറ്റാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ട ആ പാത്രത്തിലോട്ട് ചൂടോടുകൂടി മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മൈസൂർ പാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മൈസൂർ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും ഇപ്പം ഈ ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൈസൂർ പാക്കാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.